സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം നടത്താറ്. അവിടെ ചെറിയ പനി, ചെറിയ വലിയ പനി ഒന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇപ്പോഴും പനി വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സമയത്തായതൊരിക്കൽ കൂടി സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചർക്ക്. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure. Sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്. പക്ഷേ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഇത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണം എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അതേ കേരള വേണമെന്ന് ചോദിച്ചു. Then I said, sir, listen to the story. I'm sure you'll like it. Oh, sir heard the story and he immediately said we will start shoot in 10 days. And 6 months only we finish the project. And so I'm very happy to have directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. Sir knew most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vineet sir in the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes. And Darbokash did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Hello everyone. Sir Sona Madri, it's a very blessing to be here today in front of all of you to speak this way. And ஒரு பெரிய ரெஸ்பான்சிபிலிட்டி கொடுத்தாங்க சார் எனக்கு. அவங்க ஓகே சொல்லி என்ன காஸ்ட் பண்ணதுக்கு அப்புறம் ஐ ஹோப் ஐ லிவ்ட் அப் டு இட். எல்லாரும் பார்த்து உங்களோட ஃபீட்பேக் என்னன்னு சொல்லுங்க. ஸோ மோர் தென் எனிதிங் ஐம் எக்ஸ்ட்ரீம்லி ஹாப்பி டு பி ஹியர். எக்ஸ்ட்ரீம்லி ஹாப்பி டு பி அ பார்ட் ஆஃப் திஸ் ப்ராஜெக்ட் வித் சச் வண்டர்ஃபுல் பீப்புள். താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. 2005 20 വർഷം കൃത്യം. അതിനുമുമ്പ് എഴുതിയ കഥ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാളെ സസ്പെൻഡഡാണ്. റിട്ടയറിംഗ് പോലീസ്. അന്നേ റിട്ടയർമെന്റ് നമുക്ക് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നടക്കും, അത് എങ്ങനെയാ, സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ പുള്ളി അത് ചകഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ, അതൊക്കെയൊന്നും പഞ്ഞമില്ലല്ലോ.
അതുകൊണ്ടാണ് ഈ തവണ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടുമില്ല. എൻ്റെ പുള്ളിയാ പോയത്. പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ തിരിച്ചു കഥ വിളിക്കുന്നത്. കേട്ടോടെ പുള്ളി ബസ് കയറിയെന്നാ പറഞ്ഞത്. മമ്മൂക്ക അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത്. നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. ജീവൻ സർ, അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.